നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നീ നേതാക്കൾ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. തലസ്ഥാനമായ കീവിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഉൾപ്പെടെ നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ഉക്രൈനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് കീവിൽ എത്തിയത്. പ്രസിഡന്റ് സെലൻസ്കിയുമായി വിവിധ തരത്തിലുള്ള ചർച്ചയും നടത്തി. ഇഷ്ടമുള്ളവരുടെ സഖ്യം കീവിൽ യോഗം ചേരുന്നുണ്ടെന്ന് സെലൻസ്കി പ്രതികരിച്ചു. യുദ്ധനിർത്തൽ വിസമ്മതിച്ചാൽ കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ ഉണ്ടാക്കുമെന്ന് ചാൻസലർ മെർസ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. 30 ദിവസത്തെ വെടിനിർത്തൽ വിസമ്മതിച്ചാൽ റഷ്യ കൂടുതൽ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ചാൻസലർ ഫ്രെഡറിക് മെർസ് ശനിയാഴ്ച അഭിമുഖത്തിൽ മുന്നറിയിപ്പായി നൽകിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ജർമ്മനി യോജിക്കുന്നുവെന്നും ഈ കാലയളവിൽ സമാധാന ചർച്ചകൾ തയ്യാറാക്കാൻ 30 ദിവസത്തെ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുവെന്നുമാണ് മെർസ് അറിയിച്ചത്. ഉക്രൈനുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് പുടിൻ നിർദ്ദേശം നൽകി. അടുത്തയാഴ്ച ആദ്യം ഇസ്താംബൂളിൽ നടക്കാനിരിക്കുന്ന ഉക്രൈനുമായി നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശിച്ചു. റഷ്യയുടെ ഏകപക്ഷീയമായ 3 ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടായത്. ക്രെംലിനിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ റഷ്യ വെടിനിർത്തലിന് പ്രതിജ്ഞാബദ്ധമാകുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും പ്രതികരിച്ചു. അതേസമയം റഷ്യ ഒറ്റ രാത്രി കൊണ്ട് 100-ലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഉക്രൈൻ പറഞ്ഞു. ഉക്രൈന്റെ ഏകപക്ഷീയമായ വെടിനിർത്തലിൽ 14,000-ലധികം തവണയാണ് ലംഘിച്ചതെന്നും ഉക്രൈൻ ആരോപിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരായ വിജയത്തിന്റെ 80ാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി പുടിൻ കഴിഞ്ഞ ആഴ്ചയാണ് 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അതേസമയം മെയ് 12 മുതൽ റഷ്യ പൂർണ്ണമായും വിശ്വസനീയമായ ഒരു വെടിനിർത്തൽ സ്ഥിരീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും യൂറോപ്യൻ നേതാക്കൾ പറഞ്ഞു. മനുഷ്യകുലം നേരിടുന്ന സങ്കീർണമായ വെല്ലുവിളിയാണ് നിർമ്മിത ബുദ്ധിയെന്ന് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു. മനുഷ്യ മഹത്വവും നീതിയും തൊഴിലും സംരക്ഷിക്കുന്നതിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന നിർമ്മിത ബുദ്ധി ലോകം നേരിടുന്ന പ്രധാന വിഷയമാണെന്നും മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കർദിനാൾ സംഘവുമായുള്ള ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ പാപ്പ പറഞ്ഞു. കത്തോലിക്ക സഭയെ ആധുനികവൽക്കരിക്കുന്നതിനായി മുൻഗാമി ഫ്രാൻസിസ് പാപ്പ തുടങ്ങിവെച്ച പരിഷ്കാരങ്ങൾ തുടരുമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. പാവങ്ങളുടെ സേവനത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച ഫ്രാൻസിസ് പാപ്പായുടെ മഹത്തായ പാരമ്പര്യം എല്ലാവരും പിന്തുടരണം. സഭയുടെ ആധുനികവൽക്കരണത്തിൽ പ്രധാന ചുവടുവയ്പായ 1962-65 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും ഇക്കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. പുതിയ മാർപ്പാപ്പ ലിയോ 14 ആദ്യ സ്വകാര്യ യാത്രയ്ക്ക് അദ്ദേഹം തന്റെ മുൻഗാമിയുടെ വെളുത്ത ഫിയറ്റ് 500L അല്ല ഉപയോഗിച്ചത്, മറിച്ച് ജർമ്മൻ നിർമ്മിത ഒരു കറുത്ത വോക്സ്വാഗൻ ആണ് ഉപയോഗിച്ചത്. വോക്സ്വാഗൻ പാസഞ്ചർ സീറ്റിലിരുന്ന ലിയോ 14 വഴിയാത്രക്കാർക്ക് അഭിവാദ്യം ചെയ്തു. ശനിയാഴ്ച വൈകുന്നേരം റോമിന്റെ മധ്യത്തിലൂടെയുള്ള യാത്രയ്ക്ക് ഉപയോഗിച്ചത് കറുത്ത വോക്സ്വാഗൻ മൾട്ടിവാനാണ്. മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് റോമിലെ റെജീന കോയിലി ജയിലിലെ തടവുകാരെ സന്ദർശിക്കാൻ പെസഹ വ്യാഴാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പ അവസാനമായി ഫിയറ്റ് എൽ ഉപയോഗിച്ചത്. മുൻഗാമിയായ ഫ്രാൻസിസ് പാപ്പ മിക്കപ്പോഴും വെളുത്ത ഫിയറ്റ് 500 ആണ് ഉപയോഗിച്ചിരുന്നത്. അതേസമയം ലിയോ 14 ശനിയാഴ്ച തന്റെ മുൻഗാമിയായ പാപ്പ ഫ്രാൻസിസിന്റെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ച് ഒരു വെളുത്ത റോസാപ്പൂവും സമർപ്പിച്ചു. ശനിയാഴ്ച റോമിൽ കർദിനാളന്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 50 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ജനാസാനോയിലെ മരിയൻ ദേവാലയം മാർപ്പാപ്പ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ അഗസ്റ്റീനിയൻ ക്രമത്താൽ പാലിക്കപ്പെടുന്ന ഇവിടെ പ്രത്യേക സവിശേഷത നിറഞ്ഞതാണ്. അതേസമയം മാർപ്പാപ്പമാർ സഞ്ചരിക്കുന്ന ഓരോ വാഹനത്തിലും SCV1 എന്ന ലൈസൻസ് പ്ലേറ്റ്, അതായത് വത്തിക്കാൻ സിറ്റിയിലെ സ്റ്റാറ്റോ ഡെല്ല സിറ്റാഡൽ വത്തിക്കാനോ എന്നതിന്റെ ചുരുക്കെഴുത്ത് ഉണ്ട്. പേപ്പൽ വാഹന വ്യൂഹത്തിൽ ഇപ്പോൾ മെസ്റസ് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് കാറുകളുമുണ്ട്. വത്തിക്കാൻ ഗസ്റ്റ് ഹൌസിനും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇറ്റലിയിലെ ഏക നികുതി രഹിത പെട്രോൾ സ്റ്റേഷനിൽ നിന്നാണ് മാർപ്പാപ്പയ്ക്കും അദ്ദേഹത്തിന്റെ ജീവനക്കാരുടെയും പെട്രോൾ കാറുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നത്.
ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കി. പാകിസ്ഥാനിലെ ഭീകര പരിശീലന ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു. രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വിവേകത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതെന്നും വ്യോമസേന സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ഇന്ത്യൻ വ്യോമസേന കൃത്യതയോടെയും കാര്യക്ഷമതയോടെയുമാണ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതേസമയം ഇന്ത്യൻ ലംഘനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടും വെടിനിർത്തലിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. പാകിസ്ഥാൻ ലംഘനങ്ങൾക്ക് പര്യാപ്തവും ഉചിതമായ പ്രതികരണം നടത്തുന്നുണ്ടെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിലെ ശ്രീനഗറിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച രാത്രിയും ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ആക്രമണവും നടത്തി. അതേസമയം പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 100ഓളം ഭീകരരെ വധിച്ചെന്ന് ഇന്ത്യൻ സൈന്യം പറഞ്ഞു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം നടത്തുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ്, എയർ മാർഷൽ AK ഭാരതി, വൈസ് അഡ്മിറൽ AN പ്രമോദ് തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സൈന്യം ലക്ഷ്യമിട്ടത് ഭീകരവാദികളെ മാത്രമാണെന്നും കൃത്യവും നിയന്ത്രിതമായിട്ടാണ് തിരിച്ചടിച്ചതെന്നും ഇന്ത്യ പറഞ്ഞു. ഇന്ത്യയുടെ ആക്രമണത്തിൽ ചില ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് ഭീകരർ ഒഴിഞ്ഞുപോയെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അയർലൻഡിലെ മലയാളി ദമ്പതികളുടെ ഇളയ മകൻ വീട്ടുമുറ്റത്ത് സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചു. പത്തനംതിട്ട കൊടുമൺ ഇടത്തിട്ട കോട്ടപ്പുറത്ത് ലിജോ ജോയിയുടെയും ലീനയുടെയും ഇളയ മകൻ 2 വയസ്സുകാരൻ ജോർജ് കറിയാണ് മരിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലെത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. രാവിലെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീടിനോട് ചേർന്നുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് വീണത് ദുരന്തമായി. ഉടൻ തന്നെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ മാമോദീസയ്ക്കും ഗൃഹപ്രവേശനത്തിനുമായി കുടുംബം 3 ആഴ്ച മുമ്പാണ് അയർലൻഡിൽ നിന്ന് എത്തിയത്. മാമോദീസ ഈ മാസം 2-നും ഗൃഹപ്രവേശന ചടങ്ങ് 6-നുമാണ് നടത്തിയത്. ഈ മാസം 19-ന് തിരികെ അയർലൻഡിലേക്ക് മടങ്ങിപ്പോകാൻ ഇരിക്കെയാണ് ദുരന്തം എത്തിയത്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വസതിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം 3 മണിക്ക് ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടന്നു. കുട്ടിക്ക് 2 സഹോദരങ്ങളുണ്ട്. ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമ കാർത്തിക പ്രദീപിന് ഡോക്ടർ ലൈസൻസ് ഇല്ലെന്ന് പോലീസ്. ഉക്രൈനിൽ പഠനം നടത്തിയെങ്കിലും ഇത് പൂർത്തിയാക്കിയതായോ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്തതായോ കണ്ടെത്താനായില്ല. സംസ്ഥാനമെമ്പാടുമുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കാർത്തികയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ മൊഴികൾ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് കാർത്തികയെ ശനിയാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് സൂചന. തൃശൂർ സ്വദേശിയുടെ പരാതിയിൽ വിശ്വാസവഞ്ചനയ്ക്കാണ് എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ അറസ്റ്റ് ചെയ്തത്. UK-യിൽ സോഷ്യൽ വർക്കറായി ജോലി നൽകാമെന്ന് പറഞ്ഞ് 5.23 ലക്ഷം രൂപയാണ് തൃശൂർ സ്വദേശിനിയിൽ നിന്നും തട്ടിയെടുത്തത്. എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ ലൈസൻസ് സ്ഥാപനത്തിന് ഇല്ലെന്നും വിദേശ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രൻസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടായാലും തട്ടിപ്പും വെട്ടിപ്പും ഏജൻസികളുടെ റിക്രൂട്ട്മെന്റും എല്ലാം തന്നെ നിയമരഹിതമായി തുടരുന്നു എന്നാണ് എപ്പോഴും വാർത്തകളിൽ നിറയുന്ന മറ്റൊരു വസ്തുത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ 2ാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.